നമസ്കാരം. സബ്സ്റ്റേഷനിലുണ്ടായ അപകടത്തെ തുടർന്ന് ഹീത്രൂ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഏതാണ്ട് പൂർണ്ണമായും നിലച്ചതോടെ ഹീത്രൂവിൽ നിന്നും യാത്ര തിരിക്കേണ്ടതും ഇവിടേക്ക് വരാനിരുന്നതുമായ 1350 സർവീസുകൾ അവതാളത്തിലായി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത് യാത്രക്കാർക്ക് കടുത്ത ദുരിതങ്ങളാണ് നൽകിയത്. ഇതുകാരണം യാത്ര മുടങ്ങിയവരുടെ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടോ എന്നതടക്കം പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ബ്രിട്ടനിലും യൂറോപ്യൻ യൂണിയനിലും നിലവിലുള്ള ഡിനൈഡ് ബോർഡിലെ റെഗുലേഷൻ എന്ന നിയമപ്രകാരം ബ്രിട്ടനോ യൂറോപ്യൻ യൂണിയനോ ആസ്ഥാനമായ ഒരു എയർലൈൻ കമ്പനിയുടെ വിമാനത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ബ്രിട്ടനിലെയോ യൂറോപ്യൻ യൂണിയനിലെയോ ഒരു വിമാനത്താവളത്തിൽ നിന്നാണ് നിങ്ങളുടെ യാത്ര ആരംഭിച്ചതെങ്കിൽ, ഹീത്രൂവിലെ അപകടവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വിമാനം റദ്ദാക്കാൻ പോവുകയോ ആണെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ സഹായം ലഭിക്കും. താമസ സൗകര്യം ഉൾപ്പെടെയുള്ള പാക്കേജ് ഹോളിഡേയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് എങ്കിൽ പാക്കേജ് ട്രാവൽ റെഗുലേഷനുകൾ വഴി ഉപഭോക്താക്കൾക്ക് അധിക സംരക്ഷണം ലഭിക്കും. നിങ്ങളുടെ വിമാനം റദ്ദു ചെയ്തിട്ടുണ്ടെങ്കിൽ പണം മുഴുവൻ മടക്കിത്തരാൻ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ റീറൂട്ടിംഗ് എന്ന് പൊതുവെ പറയുന്ന പകരം സംവിധാനം ഏർപ്പെടുത്താൻ കമ്പനിയോട് ആവശ്യപ്പെടാം. പകരം സംവിധാനമാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്കായി അത് ഒരുക്കാൻ കമ്പനി ബാധ്യസ്ഥമാണ്. കമ്പനി ഒരുക്കുന്ന സർവീസിനേക്കാൾ വേഗത്തിൽ മറ്റൊരു വിമാന കമ്പനിയുടെ വിമാനമുണ്ടെങ്കിലോ, അതല്ല ട്രെയിൻ, ബസ് തുടങ്ങി മറ്റ് ഗതാഗത സംവിധാനങ്ങൾ ഉണ്ടെങ്കിലോ നിങ്ങൾക്കത് ബുക്ക് ചെയ്ത് നൽകാൻ കമ്പനിയോട് ആവശ്യപ്പെടാം. അതേസമയം നിങ്ങൾ UK-യിൽ ജീവിക്കുന്ന വ്യക്തിയും വിമാനം റദ്ദു ചെയ്യപ്പെട്ട സമയം നിങ്ങൾ വീട്ടിലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വിമാനത്താവളത്തിൽ നിന്നും അധികം ദൂരെയല്ലാതെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് താമസ സൗകര്യം കമ്പനി നൽകുകയില്ല. എന്നാൽ പകരം ഒരുക്കിയ വിമാന സർവീസ് അതിരാവിലെയാണ് പുറപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് വിമാനത്താവളത്തിനടുത്തെത്താനായി താമസം ഏർപ്പെടുത്താൻ ആവശ്യപ്പെടാം. അതുപോലെ നിങ്ങളുടെ വിമാനം വഴിതിരിച്ച് വീട്ടിൽ നിന്നും ഏറെ ദൂരെയുള്ള വിമാനത്താവളത്തിൽ ഇറങ്ങിയാലും നിങ്ങൾക്ക് താമസ സൗകര്യം ആവശ്യപ്പെടാം. അതേസമയം നിങ്ങൾ UK-യിൽ സന്ദർശനത്തിനെത്തിയ വ്യക്തിയാണെങ്കിൽ നിയമം തീർത്തും വ്യത്യസ്തമാണ്. ഹീത്രൂവിലെ അപകടം കാരണം നിങ്ങളുടെ വിമാനം റദ്ദാക്കപ്പെട്ടാൽ ഡിനൈഡ് ബോർഡിംഗ് റെഗുലേഷനുകൾ അനുസരിച്ച് അടുത്ത വിമാനം പുറപ്പെടുന്നതുവരെ നിങ്ങൾക്ക് സൗജന്യ താമസത്തിന് അവകാശം ലഭിക്കുന്നുണ്ട്. വിമാന കമ്പനി താമസ സൗകര്യം ഒരുക്കിയില്ലെങ്കിൽ അതിനായി നിങ്ങൾ ചെലവഴിക്കുന്ന തുക പൂർണ്ണമായും തിരികെ തരാൻ കമ്പനി ബാധ്യസ്ഥമാണ്. വിമാനം റദ്ദാക്കിയതിനാൽ നിങ്ങൾ വിമാനത്തിലോ വിമാനത്താവളത്തിലോ കുടുങ്ങിയാൽ നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണപാനീയങ്ങൾ നൽകാൻ നിയമപ്രകാരം വിമാന കമ്പനിക്ക് ബാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾ UK-യിൽ താമസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ യാത്ര ഈ അപകടം കാരണം മുടങ്ങിയാൽ താമസ സൗകര്യം പോലെ ഇതും നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ കഴിയില്ല. ഭക്ഷണപാനീയങ്ങൾക്ക് നിങ്ങൾക്ക് അർഹതയുണ്ടായിരിക്കുകയും എന്നാൽ വിമാന കമ്പനി അത് നൽകാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിനായി നിങ്ങൾ ചെലവഴിക്കുന്ന തുക നിങ്ങൾക്ക് വിമാന കമ്പനിയിൽ നിന്ന് തിരികെ ലഭിക്കും. എന്നാൽ ഇതിനായി നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങളുടെ ബില്ല് കരുതണം എന്നത് പ്രത്യേകം ഓർക്കുക. ഈ നിയമം അനുസരിച്ച് യാത്രാ ദിവസത്തിന് 14 ദിവസം മുൻപെങ്കിലും സർവീസ് റദ്ദു ചെയ്താൽ നഷ്ടപരിഹാരം നൽകേണ്ടതില്ല. എന്നാൽ 14 ദിവസത്തിനുള്ളിലാണ് റദ്ദാക്കപ്പെട്ടതെങ്കിൽ യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകണം. എന്നാൽ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന അസാധാരണമായ സാഹചര്യങ്ങൾ എന്ന നിർവചനത്തിൽ ഈ അപകടം പെടുമെന്നതിനാൽ നഷ്ടപരിഹാരം നൽകാൻ വിമാന കമ്പനികൾക്ക് ബാധ്യത ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ ഒരു ഹോളിഡേ പാക്കേജിലാണ് നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചതെങ്കിൽ അവർ അത് മറ്റൊരു ദിവസത്തേക്ക് പുനഃക്രമീകരിക്കുകയോ അല്ലെങ്കിൽ തുക പൂർണ്ണമായി മടക്കി നൽകുകയോ ചെയ്യും. ഇവിടെയും അസാധാരണ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ കഴിയില്ല.